കഴിഞ്ഞ 4 വർഷവും കേരളം കടന്നുപോയത് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയായിരുന്നു. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കുടിശ്ശിക വന്നു, പൊതുകടം ഉയർന്നു, സംസ്ഥാനത്തിന്റെ കടവും ഉയർന്നു. സാമ്പത്തിക സ്ഥിതിയിലെ അനിശ്ചിതത്വമാണ് 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാരിന് ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും പണം ഒരു തടസ്സമായിരുന്നില്ല. പെൻഷൻ കമ്പനി, കിഫ്ബി എന്നിവയിലൂടെയെല്ലാം പണം കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതല്ല സ്ഥിതി. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. 6 ക്ഷേമ പെൻഷനുകൾ, 29 ബോർഡ് പെൻഷനുകൾ, കലാകാരന്മാർക്കായുള്ള 5 വിഭാഗത്തിലെ പെൻഷനുകൾ, ആകെ 60 ലക്ഷത്തിലധികമാണ് ഗുണഭോക്താക്കൾ. ഒന്നാം പിണറായി സർക്കാരിൽ വിശ്വാസം ഊട്ടിയുറപ്പിച്ചതിൽ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് കാലാനുസൃതമായി വർദ്ധിപ്പിച്ചതിൽ പ്രധാന പങ്കുണ്ട്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ സാഹചര്യങ്ങൾ മാറി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി രൂപീകരിച്ച കിഫ്ബി കടം പൊതുകടമായി മാറി. ക്ഷേമ പെൻഷൻ നൽകാനായി രൂപീകരിച്ച കമ്പനിയുടെ ബാധ്യതയും സർക്കാരിന്റെ ബാധ്യതയായി കണക്കാക്കി. കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. പിന്നാലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. ധനസ്ഥിതി മെച്ചപ്പെട്ടതിനനുസരിച്ച് കുടിശ്ശിക തീർക്കുന്നുണ്ടെങ്കിലും ഇനിയും 2 ഗഡു ബാക്കിയുണ്ട്. സംസ്ഥാനത്തിന്റെ വരുമാനം മെച്ചപ്പെടുന്നതിലാണ് പ്രതീക്ഷ. ഒപ്പം കേന്ദ്രം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിച്ചാൽ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായി പാലിക്കാനാകുമെന്ന് ധനമന്ത്രി. 4ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ 54,000 കോടിയിൽ നിന്നും 95,000 കോടിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ വലിയൊരു വർധനമാണ്, നല്ല വർധനമാണ്. ഇനിയും വർദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ധനകാര്യമന്ത്രി എന്ന നിലയിൽ. എന്നാലും നമുക്ക് നികുതിയൊന്നും അധികം ചുമത്താൻ വകുപ്പില്ല. നമ്മൾ ഒറ്റ നികുതിയും കൂടുതൽ ചുമത്തിയിട്ടില്ല. 3 മാസത്തെ ക്ഷേമ പെൻഷൻ എല്ലാം ഇനിയും കുടിശ്ശികയില്ല. ആകെ ഇനിയും കുറച്ച് കുടിശ്ശിക 2 മാസത്തേയുള്ളൂ, അത് കൊടുത്തു തീർക്കും. 2020-21 സാമ്പത്തിക വർഷം 2,96,901 കോടി രൂപയായിരുന്നു സംസ്ഥാനത്തിന്റെ കടം. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇത് 3,91,934 കോടി രൂപയായി ഉയർന്നു. 4 വർഷത്തിൽ 1 ലക്ഷം കോടി രൂപയാണ് കടത്തിൽ മാത്രം വർദ്ധിച്ചത്. എന്നാൽ താരതമ്യേന ഇത് കുറവാണെന്നാണ് സർക്കാർ വാദം. 2,90,000 കോടിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പെങ്കിൽ ഈ സർക്കാരിൻ്റെ അവസാന കാലത്ത് അത് നേരെ ഇരട്ടിയാവണം. സാധാരണഗതിയിൽ കഴിഞ്ഞ 30 വർഷത്തെ കണക്കനുസരിച്ച് അത് 5,80,000 കോടി എടുക്കാൻ കിട്ടേണ്ടതാണ്. പക്ഷേ ഈ വർഷത്തെ എല്ലാ ബോറോയിങ് അനുവാദം കൂടി വെച്ച് വരുമ്പം 5 വർഷം പൂർത്തീകരിക്കുമ്പം അത് 4,60,000 കോടിക്ക് അപ്പുറം കിട്ടില്ല. ഇനി 1 വർഷം മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം, വാഗ്ദാനങ്ങൾ പാലിക്കണം. ധനവകുപ്പിന് മുന്നിൽ ലക്ഷ്യങ്ങൾ നിരവധിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.